ഒറ്റപ്പാലം ചുരങ്ങാട്ടെ പെട്രോൾ ബോംബ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. വീട് നിർമ്മാണത്തിനെത്തിയ കോഴിക്കോട് സ്വദേശികളായ 6 തൊഴിലാളികൾക്ക് നേരെ കഴിഞ്ഞ മാസമാണ് ആക്രമണമുണ്ടായത്. അയൽവാസിയായ നീരജാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പാലക്കാട്ട് നിന്ന് വിപിൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം? ഈ കേസ് എന്താണ് വിപിൻ? ജനുവരി 13-ന് വീട് നിർമ്മാണത്തിനെത്തിയ 6 തൊഴിലാളികൾക്ക് നേരെയാണ് അയൽവാസിയായിട്ടുള്ള നീരജ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. തന്നെ കളിയാക്കുന്നു എന്നുള്ള ഒരു സംശയമാണ് ഇത്തരത്തിൽ ആക്രമിക്കാനുള്ള ഒരു കാരണമായി പിന്നീട് പറയുകയും ചെയ്തത്. അപ്പോൾ ഈ 6 തൊഴിലാളികളിൽ 2 പേർക്ക്, അതായത് കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള വിഷ്ണുവിനും പ്രിയേഷിനും 40% ഈ പെട്രോൾ ബോംബ് എറിഞ്ഞതിൽ പരിക്കു പറ്റിയിരുന്നു. അവർ 2 പേരും ഇതുവരെയും ചികിത്സയിലായിരുന്നു. ഈ പെട്രോൾ ബോംബ് എറിഞ്ഞതിന് ശേഷം ഈ തൊഴിലാളികളിൽ തന്നെ പരിക്കേൽക്കാത്തവർ ഈ നീരജിനെ പിടികൂടാൻ ശ്രമം നടത്തിയപ്പോൾ കത്തി കാണിച്ച് അവരെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇയാൾ ഒറ്റപ്പാലത്ത് ബൈക്ക് വെച്ച് കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അവിടെ വെച്ച്, സേലത്ത് വെച്ചാണ് കൃത്യമായി പറഞ്ഞാൽ, പോലീസ് നീരജിനെ പിന്നീട് പിടികൂടുന്നത്. സ്വന്തം ബൈക്കിൽ നിന്ന് പെട്രോൾ ഊറ്റിയെടുത്ത് അതിൽ നിന്ന് പെട്രോൾ ബോംബ് ഉണ്ടാക്കിയാണ് ഇവർക്ക് നേരെ എറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ വിഷ്ണു, ഇപ്പോൾ ചികിത്സയിലുണ്ടായിരുന്ന വിഷ്ണുവാണ് ഇന്ന് പുലർച്ചെ മരിച്ചിരിക്കുന്നത്. കൊയിലാണ്ടി സ്വദേശിയായിരുന്നു, തൃശ്ശൂരിലായിരുന്നു ചികിത്സയിൽ ഉണ്ടായിരുന്നത്. 27 വയസ്സാണ്. പുലർച്ചെ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ഈ നീരജിനെ പിടികൂടി സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ഒപ്പം തന്നെ കത്തി കണ്ടെത്തുകയൊക്കെ പോലീസ് ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ 2 പേരാണ് ചികിത്സയിൽ ഉണ്ടായിരുന്നത്. അതിൽ വിഷ്ണു ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.